അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് ഈ കാണുന്ന 2 നിലകളായി നിർമ്മിച്ചിരിക്കുന്ന 7 ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ഒരു പത്തായപ്പര വീടും അതുപോലെ തന്നെ കുറച്ച് പറമ്പ് കാറ്റഗറിപ്പെടുന്ന ഭൂമിയും പരിചയപ്പെടുത്തുന്നതാണ്. ഞാൻ റിയാസ് മുണ്ടൂരാണ്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇത് നമ്മുടെ വീടിനകത്തെ ഒരു ലിവിംഗ് ഹാളാണ്. ഹാള് കഴിഞ്ഞ് നമുക്ക് ഈ ഒരു ഭാഗത്ത് ഒരു ബെഡ്റൂം സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പ്രോപ്പർട്ടിയുടെ മൊത്ത വിശേഷങ്ങൾ കാണാം. നമുക്ക് മെയിനായിട്ട് റോഡ് ആക്സസ് ആദ്യം പരിചയപ്പെടാം. നമ്മുടെ മെയിൻ റോട്ടിൽ നിന്ന് ജസ്റ്റ് ഈ ഒരു 10-20 മീറ്റർ മാത്രമേ നമുക്ക് മണ്ണ് റോഡ് വരുന്നുള്ളൂ കേട്ടോ. ബാക്കിയെല്ലാം തന്നെ ടാർ റോഡും കോൺക്രീറ്റ് റോഡും വരുന്നതാണ്. ഇതൊരു കോർണർ പോർഷനിലാണ് ഈ ഒരു പ്രോപ്പർട്ടി വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ വാഹനവും, ഒരു കാറാണെങ്കിലും ഇനി അതല്ല നമുക്കൊരു ടിപ്പർ ആണെങ്കിലും സുഖമായിട്ട് നമ്മുടെ പ്രോപ്പർട്ടിക്ക് അകത്തേക്ക് കയറി ചെല്ലാവുന്ന രീതിയിലാണ് നമുക്ക് റോഡും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ നമ്മുടെ പ്രോപ്പർട്ടിയുടെ ഫ്രണ്ടിൽ മാത്രമാണ് നമുക്ക് മണ്ണ് റോഡ് വരുന്നത്. ബാക്കിയെല്ലാം തന്നെ കോൺക്രീറ്റും ടാറിങ്ങുമാണ്. കോർണർ പോർഷനായിട്ട് തന്നെ നമുക്ക് 2 സൈഡിലും റോഡ് ആക്സസ് ആണ്. നമുക്കിനി നാളെ ഭാവിയിൽ പകുതി സ്ഥലം കൊടുക്കണമെങ്കിലും നമുക്ക് വഴിയോ കാര്യങ്ങളോ ഒന്നും വിടേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് നമുക്ക് കൊടുക്കാം. പിന്നെ നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടിക്കകത്ത് മുഴുവനായിട്ടും വരുന്നത് മാവ്, പ്ലാവ്, തെങ്ങ്, അതുപോലെ തന്നെ വാഴ, കുറച്ച് ഭാഗത്ത് റബ്ബറും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു പ്രോപ്പർട്ടി ആണ് ട്ടോ. ഇത് ഈ റോഡിലൂടെ നമുക്ക് ശരിക്കും വന്നു കഴിഞ്ഞാൽ നേരെ നമ്മുടെ വാഹനങ്ങളൊക്കെ എല്ലാം നമ്മുടെ വീടിനടുത്തേക്ക് എത്തിച്ചേരുന്നതാണ്. അപ്പം ഈ ഒരു പ്രോപ്പർട്ടിയുടെ ലൊക്കേഷനായിട്ട് വരുന്നത് നമ്മുടെ സ്വന്തം പാലക്കാട് ജില്ലയിലാണ്. പാലക്കാട് ജില്ലയിൽ നമ്മുടെ കടമ്പഴിപ്പുറം ഭാഗത്താണ് ട്ടോ. അതായത് പാലക്കാട് നിന്ന് നമ്മുടെ ചെർപ്പുളശ്ശേരി മെയിൻ ഹൈവേ റോട്ടിൽ നിന്ന് കടമ്പഴിപ്പുറം എന്നുള്ള ഭാഗത്താണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത്. ഹൈവേ റോട്ടിൽ നിന്ന് ഏകദേശം 1.5 കിലോമീറ്ററാണ് വ്യത്യാസം വരുന്നത്. അതുപോലെ തന്നെ ഒരുപാട് വീടുകളുള്ള ഒരു ഭാഗമാണ്. ഒറ്റപ്പെട്ട ഏരിയയോ കാര്യങ്ങളോ ഒന്നുമല്ല. ഈ ഒരു പ്രോപ്പർട്ടിയുടെ സൂക്ഷിച്ച് നോക്കി മനസ്സിലാവും. സൈഡും ഭാഗങ്ങളിലെല്ലാം തന്നെ ഒരുപാട് വീടുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഭാഗമാണ്. അതുപോലെ തന്നെ ഈ ഒരു പ്രോപ്പർട്ടിയിലോട്ട് നമുക്ക് മെയിൻ റോട്ടിൽ നിന്ന് ഈ പറഞ്ഞ പോലെ 1.5 കിലോമീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. പിന്നെ ഈ ഒരു ഭാഗത്ത് എവിടെയും തന്നെ നമുക്ക് ഫോറസ്റ്റിൻ്റെയോ വന്യമൃഗങ്ങളുടെ പ്രശ്നങ്ങളോ ഒന്നുമില്ല. നമുക്ക് സുഖമായിട്ട് ഏത് പാതിരാത്രിക്ക് വേണമെങ്കിലും നടന്നു വരാൻ പറ്റുന്ന നല്ല റോഡ് ആക്സസും കാര്യങ്ങളും വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മഴ പെയ്ത് കഴിഞ്ഞാൽ മഴവെള്ളം കയറുക, അതുപോലെ തന്നെ ഫ്ലഡ് എഫക്റ്റഡ് തുടങ്ങിയിട്ടുള്ള യാതൊരു പ്രശ്നവും ഇതിനകത്തില്ല. നമുക്ക് നല്ല രീതിയിൽ വെള്ളം ഒഴുകി പോകാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എത്ര മഴ പെയ്താലും നമ്മുടെ പ്രോപ്പർട്ടിക്കകത്ത് വെള്ളം കയറില്ല. അതുപോലെ തന്നെ നിരപ്പായി കിടക്കുന്ന ഒരു ഭൂമിയാണ്. പക്ക നിരപ്പായി ചിരുവോ കുണ്ടോ കുഴിയോ ഒന്നും ഇല്ലാതെ കിടക്കുന്ന ഭൂമിയാണ്. അതുപോലെ തന്നെ നമുക്ക് വെള്ളത്തിൻ്റെ സോഴ്സ് പറയുകയാണെങ്കിൽ ഈ കാണുന്ന കിണർ നമ്മുടെ പണ്ടത്തെ കിണറാണ്. അതിൽ എപ്പോഴും ധാരാളം വെള്ളമാണ്. 2 സൈഡിൽ നിന്നും കോരാ. അതുപോലെ തന്നെ നമ്മുടെ ഇതിനകത്ത് ഒരു അടുക്കളയും അതുപോലെ തന്നെ ഒരു കുളിമുറിയാണ് ഉള്ളത്. അപ്പോൾ 2 ഭാഗത്തു നിന്ന് വെള്ളം കോരുന്ന രീതിയിലാണ് അവിടെ കിണർ വന്നിരിക്കുന്നത്. ഈ കാണുന്നത് നമ്മുടെ ഒരു പശുവിനെ കാര്യങ്ങളൊക്കെ വളർത്താൻ പറ്റുന്ന ഒരു പശുത്തൊഴുത്താണ്. അപ്പോൾ പശുവോ കാര്യങ്ങളോ ഫാമൊക്കെ ചെയ്യുന്ന ഒരാളെയും അടിപൊളിയാണ്. അപ്പം ഇതിനകത്ത് താഴെ നമുക്ക് മൊത്തം 4 ബെഡ്റൂമാണ് വരുന്നത് കേട്ടോ. നല്ല ബെഡ്റൂമും കാര്യം. ഇത് നമുക്കൊരു ലിവിങ് ഹാളാണ്. അതുപോലെ തന്നെ തൊട്ടടുത്ത് അപ്പുറത്ത് വലിയൊരു ലിവിങ് ഹാൾ വേറെയുണ്ട്. കാരണം നമ്മുടെ പണ്ടത്തെ ആൾക്കാർ പുരുഷന്മാർ ഇരിക്കുന്ന സമയത്ത് സ്ത്രീകൾ അതിന് മുന്നിലൂടെ വരില്ല. അപ്പോൾ അവർക്ക് കയറി വരാനുള്ള ലിവിങ് ഹാൾ തൊട്ടിപ്പുറത്തും വലിയ ആൾക്കാർക്ക് ഇരുന്ന് സംസാരിക്കാനുള്ള ലിവിങ് അപ്പുറത്തും. ആ 2 രീതിയിലാണ് പണ്ടത്തെ സിസ്റ്റം. ഈ കാണുന്നത് നമ്മുടെ പത്തായപ്പരയാണ്. നെല്ലും കൃഷി കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സാധനങ്ങൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു റൂമാണ് ആ വരുന്നത്. ഇത് മുഴുവനായിട്ട് താഴത്തെ ഫ്ലോർ മുഴുവനായിട്ട് നമുക്ക് തട്ടുകൊണ്ട് മരത്തിൻ്റെ കൊണ്ട് തട്ടുകൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ മേലേക്ക് കയറി പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് 2 ബെഡ്റൂമും പിന്നെ 2 സ്പേസ് വേറെയും എക്സ്ട്രാ വരുന്നുണ്ട്. അപ്പം ഇത് നമുക്ക് വീടിന് അകത്ത് തന്നെയുള്ള ഒരു കുളിമുറി കാര്യങ്ങളാണ്. കിണറിന്ന് വെള്ളം എടുക്കാം യൂസ് ചെയ്യുന്ന പോലെ. ഇതൊരു ഡൈനിങ് സ്പേസ് ആണ്. അത്യാവശ്യം നല്ല സ്പേസോ ഡൈനിങ് സ്പേസ്. അതിനോട് ചേർന്ന് തന്നെ നമുക്ക് അപ്പുറത്തായിട്ട് ഒരു ബാത്റൂമും വരുന്നുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമാണ്. ഇന്ത്യനും യൂറോപ്യനും നമുക്ക് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് പറയാനാണെങ്കിൽ ഇത് മുഴുവനായിട്ടും ഓടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഓട് മുഴുവനായിട്ട് തന്നെ നമുക്ക് ഇരുമ്പിൻ്റെ ആംഗിൾ കൊണ്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് മരോ കാര്യങ്ങളൊന്നുമല്ല, ചെതൽ പിടിക്കും എന്നുള്ള യാതൊരു പ്രശ്നമോ കാര്യങ്ങളോ വരുന്നില്ല. അതിനകത്ത് നമുക്ക് ഫുൾ ആംഗിളാണ്. അതുപോലെ തന്നെ ഇത് കിച്ചൺ സ്പേസ് ആണ്. കിച്ചണും ഇതൊരു വർക്ക് ഏരിയയുടെ സ്പേസും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പം ഈ ഒരു പ്രോപ്പർട്ടി മൊത്തത്തിൽ വരുന്നത് 78 സെൻറ്റ് സ്ഥലവും അതുപോലെ തന്നെ ഈ വീടുമാണ് വരുന്നത് കേട്ടോ. ഇത് അപ്സ്റ്റെയർ മുകളിലോട്ടാണ്. മുകളിൽ നമുക്ക് 2 ബെഡ്റൂമും വരുന്നുണ്ട്. അപ്പം ഈ ഒരു പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് 47 ലക്ഷം രൂപ മാത്രമാണ്. 47 ലക്ഷം രൂപ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വീടും അതുപോലെ തന്നെ ഈ പറയുന്ന 78 സെൻറ്റ് സ്ഥലം പറമ്പ് ഭൂമിയും നമുക്ക് സ്വന്തമാക്കാൻ പറ്റുന്നതാണ്. യാതൊരു പണിയോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക. നമുക്ക് നേരിട്ട് വന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഡീൽ ചെയ്യാവുന്നതും കൂടിയാണ്. വില വളരെ ചെറിയ രീതിയിലൊക്കെ നമുക്ക് നെഗോസിയേഷൻ ചെയ്യാമെന്ന് ഓണർ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതിന് മുകളിലായിട്ടും നമുക്കൊരു റൂമുണ്ട്. കാരണം 3 തട്ടുകളാണ് വരുന്നത്. അപ്പം 3 തട്ടുകളായിട്ട് വരുന്ന ഒരു പത്തായപ്പര പഴയൊരു വീടാണ്. നമുക്ക് നല്ലൊരു ഗ്രാമാന്തരീക്ഷത്തിലൊക്കെ താമസിക്കണമെന്ന് താല്പര്യമുള്ളവരാണെങ്കിൽ എന്തുകൊണ്ടും യോജിച്ച നല്ല മനോഹരമായിട്ടുള്ള ഒരു വീട് തന്നെയാണ്. അപ്പം നിങ്ങൾക്ക് നേരിട്ട് വരണമെങ്കിൽ വന്ന് കാണാം. ബാക്കി കാര്യങ്ങൾ നമുക്ക് നേരിൽ തന്നെ സംസാരിക്കാവുന്നതും കൂടിയാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മളെ നമ്പർ ഞാൻ താഴത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളെ വിളിക്കാം. വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യുക കേട്ടോ.